ഇരു നേതാക്കളും സന്തോഷം പങ്കുവെക്കുന്നതും കൈപിടിച്ചു ചിരിക്കുന്നതുമെല്ലാം നമുക്ക് കാണാം. ഈ സമവായ ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭാ പരിഗണന എങ്ങനെ ലഭിക്കുന്നു എന്നതനുസരിച്ചിരിക്കും മുന്നോട്ടു പോക്കിൽ ഈ സൗഹൃദം ആവർത്തിക്കുക എന്നുള്ളതാണ് PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിമോഹൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, KC വേണുഗോപാലുമായി ഒരു കൂടിക്കാഴ്ച ഇതുവരെ സാധ്യമായിട്ടില്ല. മുഖ്യമന്ത്രിയാക്കാൻ VD സതീശനെ തെരഞ്ഞെടുത്തതിന് ശേഷം എന്നതാണ് യാഥാർത്ഥ്യം. KC ആലപ്പുഴയിലെ വീട്ടിലേക്കാണ്. ആരുടെ ഭാഗത്തു നിന്ന് ഒരു തുടക്കമുണ്ടാകും, കൂടിക്കാഴ്ച നടത്താമെന്നതിൽ ആരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ആദ്യം ഉണ്ടാകുമെന്നതാണ് പ്രധാനം. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരു സൗഹൃദ കാഴ്ച, VD സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച, അങ്ങനൊരു കൂടിക്കാഴ്ച KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. KC വേണുഗോപാൽ തലസ്ഥാനത്തെത്തി 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതേവരെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ KC വേണുഗോപാലിനെ കണ്ടിട്ടില്ല എന്നുള്ളത്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനോടകം തന്നെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, അതായത് VM സുധീരനെയും അടൂർ പ്രകാശിനെയും അടക്കമുള്ള, രമേശ് ചെന്നിത്തലയും അടക്കമുള്ള എല്ലാ നേതാക്കളെയും VD സതീശൻ വീട്ടിലെത്തി കണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്ന ദിവസം തന്നെ പോയി കണ്ടിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി KC വേണുഗോപാൽ തലസ്ഥാനത്തെത്തി. ഇന്ന് മുഴുവൻ സമയവും വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ, KPCC അധ്യക്ഷനെത്തി, UDF കൺവീനർ അടക്കമുള്ള പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തി. രമേശ് ചെന്നിത്തല വിഭാഗത്തിലെ MLA-മാരും എത്തി. പക്ഷേ അപ്പോൾ പോലും നിയുക്ത മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വരവുണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ നിമിഷവും KC വേണുഗോപാലിന്റെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിളി വരികയോ അദ്ദേഹം വരുന്നതായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അങ്ങനെ ഒരു മുൻകൈ എടുക്കേണ്ടതും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അങ്ങനെ മുൻകൈ എടുത്ത എല്ലാ നേതാക്കളെയും കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോയതും അദ്ദേഹം അനുമതി തേടിയിട്ടാണ്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് തന്നെയാണ് സംഭവിച്ചത്. KC വേണുഗോപാൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും VD സതീശന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇതുവരെയുള്ളത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും മാധു, എന്റെ നേതാവാണ് എന്നുള്ളതാണ് VD സതീശൻ KC വേണുഗോപാലിനെ കുറിച്ചും രമേശ് ചെന്നിത്തലയെ കുറിച്ചും ഒന്നിലധികം വട്ടം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ തന്റെ നേതാവിനെ കാണാൻ VD സതീശൻ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തവുമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ, ഇപ്പോൾ നേതാക്കളെല്ലാം തുടർച്ചയായി ഇങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ആലപ്പുഴയിലെ വസതിയിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റു പരിപാടികൾ, തിരുവനന്തപുരത്ത് മറ്റു പരിപാടികളില്ല, മാത്രമല്ല ഈ വീട്ടിൽ അധികം തുടരുന്നുമില്ല എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ രാവിലെ മുതൽക്ക് തന്നെ എല്ലാ നേതാക്കളും, അതായത് രമേശ് ചെന്നിത്തല വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട MLA-മാർ, അദ്ദേഹത്തിന്റെ വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അദ്ദേഹത്തിന്റെ സന്ദേശവുമായി എത്തിയ നേതാക്കൾ അടക്കമുണ്ടായിരുന്നു. KPCC അധ്യക്ഷനുണ്ടായിരുന്നു, UDF കൺവീനർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ടാണ് അത്രയധികം വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൂടിയാണ് നേതാക്കൾ എല്ലാവരും തന്നെ KC വേണുഗോപാലുമായി. ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ സാധ്യത എത്രയാണ്? ഇവിടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നാളെ ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് തുടരേണ്ടുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴയ്ക്ക് പോയാൽ പിന്നെ ബുദ്ധിമുട്ടാകില്ലേ ഹരി? മധു, ആലപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ കഴിയും. സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം മാത്രമായിരിക്കും KC വേണുഗോപാൽ തിരിച്ചെത്തുക. അല്ലെങ്കിൽ തലേദിവസം, അതായത് നാളെ രാത്രിയിലോ മറ്റോ ആയിരിക്കും തിരിച്ചെത്തുക. അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതകളും ഇനി അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു കോൺഗ്രസ് മന്ത്രിസഭ, UDF മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് തൊട്ടു മുൻപ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതൊരു മലയാളിയായിരുന്നിട്ട് കൂടി അദ്ദേഹവുമായി നിയുക്ത മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയില്ല എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു പ്രശ്നവും അല്ല എന്നുള്ളതാണ്. കാരണം 2 വട്ടം രമേശ് ചെന്നിത്തലയുമായി, അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയുമായി പോലും VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. പക്ഷേ നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് പറഞ്ഞ് അതൃപ്തി പരസ്യമാക്കാത്ത KC വേണുഗോപാലുമായി എന്തുകൊണ്ടാണ് VD സതീശൻ ഇതേവരെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. പക്ഷേ ഇനിയിപ്പോൾ ബാക്കിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം എത്ര നേരം ഈ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേതാക്കളുടെയൊക്കെ ഒരു വരവ് പോക്ക് അവസാനിച്ച ശേഷം മാത്രമേ അദ്ദേഹം മടങ്ങുകയുള്ളൂ. ഇതിനിടയ്ക്ക് അദ്ദേഹം വരാനുള്ള തീരുമാനം എടുത്താൽ മാത്രമാണ് അങ്ങനെ ഒരു സാധ്യതയുള്ളൂ. അതല്ല, ആലപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ രമേശ് ചെന്നിത്തല പരസ്യമായി പ്രകടിപ്പിച്ച ഒരു അതൃപ്തിക്കപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പുകച്ചിലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളായി നീറുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ കൃത്യമായി ഒരുമിച്ച് നീങ്ങാൻ തന്നെ RCKC വിഭാഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുക, 8 മന്ത്രിസ്ഥാനങ്ങൾ വരെ ചോദിക്കുക, അതിൽ എത്ര കിട്ടും എന്നുള്ളത് ഇതിന് ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഉറപ്പിച്ചു പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ മന്ത്രിസ്ഥാനം
മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന എല്ലാവരും രാവിലെ എത്തിയിരുന്നു. മാത്രമല്ല RC പക്ഷത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കളും എല്ലാവരും എത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ഉറപ്പാക്കുക എന്നുള്ളത് കൂടിയാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതിൽ അവർക്ക് KC പക്ഷത്തിന് പരിഭവമില്ല, അല്ലെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള എതിർപ്പോ വിയോജിപ്പോ ഇല്ല. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അതായത് VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ KCയുടെ അംഗങ്ങൾ, അതായത് ഒരു KC മന്ത്രിസഭ തന്നെ ആകുമോ അതെന്നുള്ള ചോദ്യമാണ് ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണോ അങ്ങനെ ഒരു നീക്കം പ്രതിപക്ഷ VD സതീശൻ നടപ്പാക്കാത്തത് എന്നുള്ളതും ഒരു ചോദ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്.